അല്ലെങ്കിലും എപ്പോഴും ഞാൻ ഷോറൂമിൽ നിന്നാ മതിയോ? എനിക്ക് എന്റെ ജോലി ചെയ്യണ്ടേ? ശ്രുതി, 4-5 ക്ലയൻസ് അല്ലേ, അത് പോണെങ്കിൽ പോട്ടെ നോക്കിയേ. നിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കോടികൾ വരാൻ പോവാണ്. ക്രോസ് ആൻഡ് ക്രോസ്. എനിക്ക് പോയേ പറ്റൂന്നല്ലേ പറഞ്ഞേ? ശ്രുതി, നീ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ്മാന്റെ വൈഫാ. നീ എന്തിനാ ഈ കണ്ടവരുടെ വീട്ടിലേക്ക് പോയി മേക്കപ്പ് ചെയ്യാൻ നടക്കുന്നത്? നാണക്കേട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ നീ മേക്കപ്പ് ജോലി തന്നെ ഒഴിവാക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണിത്. സുധീന്നല്ല, അതാര് പറഞ്ഞാലും ഞാനിത് നിർത്തില്ല. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. നീയും ഇന്നൊരു ദിവസത്തേക്ക് ഷോറൂമിൽ പോവോ? സുധിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എനിക്ക് ജോലി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ശരി, ഡീലർ ഞാൻ പിന്നെ പോയി കണ്ടോളാം. ഈ ബിസിനസ്സുകാരനോട് നിനക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യോ? എന്നോട് പിണങ്ങിയോ? അല്ല, എന്തിനു ദേഷ്യം? പിണങ്ങാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അതാണ്. ഐ ലവ് യു മൈ ഡിയർ. ബൈ. ബൈ. ഞാൻ പോയിട്ട് വരാം. ഐ ലവ് യു. ഒറ്റ കേസ്. ഹലോ മീര, ഞാനേ സച്ചിയുടെ ഫോൺ എടുത്തു. ആന്റണി കാണാൻ പെട്ടെന്ന് തന്നെ പോണം. നീ കൂടെ വരണേ. വരാം. ശരി. സച്ചി, ഞാൻ എല്ലായിടത്തും നോക്കി, ഒരിടത്തും ഇല്ല. നീ നോക്കിയായിരുന്നോ? നോക്കി. നോക്കാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. ഹോട്ടലിൽ ചെന്ന് ഇന്നലെ ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് നോക്കി. അവിടെ ഒന്നുമില്ല. ആർക്കും കിട്ടിയിട്ടില്ല. ഒരു ഫോണല്ലേ, ലോണിലാണെങ്കിലും നമുക്കൊരെണ്ണം വാങ്ങാമല്ലോ. എടാ, അന്ന് അമ്മയുടെ കാശ് മോഷ്ടിച്ച സ്ഥലത്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ CCTV ദൃശ്യം ആ ഫോണിലുള്ളേ. അതാണ് പ്രശ്നം. ആ വീഡിയോ ആരെങ്കിലും പുറത്തുവിട്ടാ അതോടെ തീർന്നു. സച്ചി, നമുക്ക് ഈ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? അവര് ഫോൺ കണ്ടുപിടിച്ചു തരും. അത് വേണോടാ. പോലീസ് ആ വീഡിയോ കണ്ടാ പ്രശ്നമാവില്ലേ? ഈ ഫോണ് കണ്ടെത്തി തരുമെന്നല്ലാതെ അവര് അതിനകത്തുള്ള വീഡിയോസ് ഒന്നും കാണാൻ പോകുന്നില്ല. ആന്റണിയേട്ടാ, സച്ചി ചേട്ടന്റെ നടുവല്ലി അടിച്ചതേ. നാട്ടിൽ മൊത്തം പാട്ടായിരിക്കുക. കിട്ടൂടാ, എനിക്കൊരു ചാൻസ് കിട്ടും അവന്റെ ചെകിടത്തടിക്കാൻ. വാ വാ വാ. അല്ല, ഇന്നും കൈ വീശിയാണ് വന്നിരിക്കുന്നത്. അല്ല, വീഡിയോ മാത്രമല്ല, സച്ചിയുടെ ഫോൺ തന്നെ എന്റെ കയ്യിലുണ്ട്. സൂപ്പർ. അതാണല്ലേ ഇന്ന് മുഖത്തിലൊരു തെളിച്ചം. ആ വീഡിയോ ഒന്ന് എനിക്ക് അയച്ച് ഞാനൊന്ന് കാണട്ടെ. എന്താ നോക്കുന്ന രണ്ടുപേരും? ഞാൻ വീഡിയോ അയക്കാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം. എന്താ ശ്രുതി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? സത്യം പറയാലോ, നിന്നെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് നവീൻ ദാസിനെ പിടികൂടി പോലീസിന് കൈമാറിയത് സച്ചിയാണ്. നീയാണ് പോലീസിന് കൈമാറിയതെന്നാണ് നീ എന്നോടൊന്ന് പറഞ്ഞത്. നവീൻ ദാസിന്റെ ശല്യം ഒഴിവാക്കിയ അടുത്ത സെക്കൻഡിൽ ഞാൻ ആ വീഡിയോ നിനക്ക് അയച്ചു തരും. കുഴപ്പമില്ല, നീ പറഞ്ഞത് ഞാൻ ചെയ്തതിന് ശേഷം നീ അയച്ചു തന്നാ മതി. ഇപ്പൊ ആ വീഡിയോ പുറത്തു വിട്ടാ ശരത്തിന് മാത്രമല്ല രേവതിയുടെയും ലൈഫിൽ പ്രശ്നം ഉണ്ടാവും. നിനക്കതിന് വിഷമമില്ലേ? അവര് നിന്റെ സ്വന്തക്കാരല്ലേ? എനിക്ക് ഒരു വിഷമവും ഇല്ല. എനിക്ക് എന്റെ ലൈഫാ മുഖ്യം. നീ ആദ്യം ഞാൻ പറഞ്ഞ ചെയ്. അതിന് കൂടുതൽ ടൈം ഒന്നും വേണ്ട. ആ നവീൻ ദാസിന്റെ അഡ്രസ് ഫോൺ നമ്പർ എനിക്കൊന്ന് അയക്കേ. അയച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ ഫോണിൽ അയച്ചിട്ടുണ്ട്. രണ്ടുപേരും ചെന്ന് പെട്ടെന്ന് അവനെ തൂക്കിയെടുത്തോണ്ട് വാ. ശരി. അവനവനെ കൊണ്ടുവരാൻ പോയല്ലോ. ഇനിയെ വീഡിയോ എനിക്ക് അയക്കി. കൊണ്ടുവരട്ടെ, അപ്പൊ അയക്കാം. ഒരു കാര്യം മനസ്സിലായി, എന്നേക്കാൾ വലിയ ക്രിമിനലുകളാ നിങ്ങൾ. നവീൻ ദാസിനെ തൂക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവരും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. സാർ, സാറേ, ഒരു കംപ്ലൈന്റ് തരാൻ വന്നതാ. നല്ല ടെൻഷൻ ഉണ്ടല്ലോ. കംപ്ലൈന്റ് എന്താ? എന്റെ ഫോൺ കാണാനില്ല സാർ. ഫോൺ ഏതാ? വില കൂടിയതാണോ? അല്ല സാർ, ഒരു സാധാരണ ഫോണാ. അതിന് എത്ര വില വരും? ഒരു 10,000 രൂപയോളം വരും. നിന്റെ ടെൻഷൻ കെട്ടിട്ട് ഞാൻ വിചാരിച്ചു 1 ലക്ഷത്തിന് മുകളിലുള്ള ഫോണാണ്. അത്രയും വിലയുള്ള ഫോണാണ് കാണാതായതെങ്കിൽ ഇവനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചേനെ. സാർ, എനിക്ക് ആ ഫോൺ വിലപ്പെട്ടാണ് സാർ. എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. ഇന്നലെ രാത്രി ഞാനൊരു ഫംഗ്ഷന് പോയിരുന്നു. അവിടെ ആരും എടുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. താനെ അവിടെ കയറി വരുന്ന സമയത്ത് ഒരാൾ ഇരിക്കുന്ന കണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ല. പരാതി തരാൻ വേണ്ടി വന്നതാ. ഭാര്യയെ കാണാതായ അദ്ദേഹത്തിന് 10,000 രൂപ വിലയുള്ള ഫോൺ കാണാതായ നിന്റെ അത്ര ടെൻഷനിലല്ലോടെ. എന്തൊരു ടെൻഷനാടാ നിനക്ക്? അദ്ദേഹത്തിന്റെ ഭാര്യ മുഖ്യമല്ലായിരിക്കാം. പക്ഷെ എനിക്ക് ഫോൺ മുഖ്യം. താനൊരു കംപ്ലൈന്റ് എഴുതാം. തന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഫോൺ ഏത് കമ്പനിയുടേതാണെന്നും എഴുതി കൊടുക്കും. സാർ, പെട്ടെന്ന് കിട്ടുമായിരിക്കുമല്ലേ? പിന്നെന്താ, ഇപ്പൊ തന്നെ കിട്ടും. ഫോൺ എന്റെ പോക്കറ്റിലിരിക്കുകയല്ലേ, ഞാൻ എടുത്തു തരാം. നിന്റെ ഫോണിന്റെ പിറകെ മാത്രം ഓടിയാൽ പോരാ. ഞങ്ങൾക്ക് വേറെ കുറെ ജോലിയുണ്ട്. കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോവാൻ നോക്ക്. ഹലോ, എന്താ സാറേ? ഇത് തന്റെ വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനാ. പുറത്തുപോയി സംസാരിക്കണം. ഓ സാറേ, പെട്ടെന്ന് കണ്ടുപിടിച്ച് തരുമല്ലോ അല്ലേ? താൻ പോയി പരാതി എഴുതി കൊടുക്കും. ചെല്ല്. ശരി സാർ. അവന്റെ ഒരു മൊബൈൽ. സാറ് പരാതി എഴുതാൻ പറഞ്ഞു. വിളിക്കാം. വെയിറ്റ് ചെയ്യും. ശരി സാറേ, ഞാൻ പറയാം. ബാലകൃഷ്ണ സാറാ വിളിച്ചേ. നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ അദ്ദേഹം എന്നെ വിളിച്ചേ. ദൂരെ എവിടെ ഒരു ട്രിപ്പ് പോവാനാ. നീ അദ്ദേഹത്തെ ഒന്ന് വിളിക്ക്. എടാ, ഫോൺ കയ്യിലില്ല. ട്രിപ്പ് പോണോ? എടാ, നല്ല കാശ് കിട്ടുന്ന കാര്യമല്ലേ. വല്ലപ്പോഴും ഇല്ല ദൂരേക്ക് ഒരു ട്രിപ്പ് കിട്ടൂ. അത് നീ കളയല്ലേ. അദ്ദേഹത്തെ ഒന്ന് വിളിക്കടാ. തൂക്കിയെടുത്ത് കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. നിന്റെ ആൾക്കാർ അതുവഴി ഓടിപ്പോയോ? ഉള്ളിച്ചാക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവരാനല്ല അവര് പോയത്. ഒരാളിനെ കൊണ്ടുവരാനാ. അവര് വരും. അവിടെ ഇരിക്കും. ഇങ്ങോട്ട് വാടാ. വിടാൻ എന്നെ വിടാൻ നടക്കണ കൊണ്ട് എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെ വാടാ. നിങ്ങളൊക്കെ ആരാ? നടക്കണ മര്യാദയ്ക്ക് അങ്ങോട്ട് നടക്കാനല്ലോ. വിടാൻ ഇങ്ങോട്ട് വാടാ. എന്നെ വിടാൻ. എന്റെ ആളുകളൊന്നും ഓടിപ്പോയിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവരെ കൊണ്ടുവരുന്നുണ്ട്. വിടാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ആന്റണി, നവീൻ ദാസ് ഞങ്ങളെ കാണരുത്. നിങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും പോയി മറിഞ്ഞു നിൽക്കും. എന്നെ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? വിടാൻ. നടക്കണ അങ്ങോട്ട്. നിങ്ങൾ കാണു അറിയുന്ന ഇവിടെ പോടാ. എന്നെ വിടാൻ. നിങ്ങൾ ആരാ? ഇങ്ങോട്ട് നിൽക്കാം. നിങ്ങൾക്ക് എന്നെ അറിയില്ല. എന്നെ വിടാൻ. അവിടെയാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നേ? എടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. എടോ, ഞാനിപ്പോ എവിടെയാ? നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നത്? നിന്നെ കല്യാണം കഴിക്കാൻ
പോടെ എണീറ്റ് വിടാൻ. ഞാൻ 2 തവണ കല്യാണം കഴിച്ചതാണോ പറഞ്ഞാലും മനസ്സിലാവില്ല. വിടണ എന്നെ. നിങ്ങൾക്ക് ആള് മാറിയതാ. നിന്റെ സകലമാന അസുഖവും ഞാൻ മാറ്റുന്നുണ്ട്. എടോ നിങ്ങൾക്ക് ആള് മാറി പോയെന്നാ തോന്നേ. ആളൊന്നും മാറിയിട്ടില്ല. നിന്നെ തന്നെയാടാ എനിക്ക് വേണ്ടത്. അയ്യോ ഇവനെ മുറി കൊണ്ടുപോയി അടച്ചിടണം. നടക്കണ വെള്ളം. നിങ്ങൾക്ക് ആള് മാറിയതാ. വിടണ എന്നെ. നടക്കണം അങ്ങോട്ട് മര്യാദയ്ക്ക്. നിങ്ങൾക്ക് ആള് മാറിയതാ. എന്നെ വിടാൻ. ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ അല്ലേ? അല്ല അവനെ എന്ത് ചെയ്യാനാ പ്ലാൻ? ഇപ്പൊ തന്നെ അവന്റെ കൈയും കാലും അടിച്ചൊടിച്ചേക്ക്. അവന്റെ 4 പല്ലും എടുക്കണം. ഇപ്പൊ അവനെ ഒന്നും ചെയ്യില്ല. ആരാണ് അവനെ പിടിച്ചോണ്ട് വന്നത്, എവിടെയാണ് ഉള്ളതെന്നൊന്നും അവനറിയില്ല. ആ ഭയത്തിലാ അവൻ. 2-3 ദിവസം അവനെ ഇതുപോലെ ഇരുട്ടുമുറിയിലിട്ട് അടയ്ക്കും. അപ്പൊ അവന്റെ ഭയം കൂടും. 3 ദിവസം കഴിഞ്ഞ് ഇടി അങ്ങോട്ട് തുടങ്ങും. ഒരേ ഇടി. 5-ാം നാളെ അവനെ ഇവിടെ നിന്ന് നാട് കടക്കും. ഭയന്ന് പിന്നെ അവൻ നാട്ടിലേക്ക് ഇറങ്ങത്തേയില്ല. നിന്നെ ഒരിക്കലും അവൻ വിളിക്കില്ല. നിന്നെ കാണില്ല. പോരെ ശ്രുതി. മതി, താങ്ക്സ്. ഇനി ആ വീഡിയോ എനിക്ക് അയക്കാലോ അല്ലേ? അയക്കാം. ദേ ഇപ്പൊ തന്നെ അയക്കാം. അയച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ തിരിച്ചു കൊടുക്കാൻ ഇത് മതി എനിക്ക്. താങ്ക്സ് ശ്രുതി. പേടിക്കാവുന്നില്ല. അവനെ മുറി പൂട്ടിയിട്ടിരിക്കുക. നിങ്ങൾ ചെല്ലെ. വീഡിയോ കിട്ടിയോ ആന്റണി ചേട്ടാ? കിട്ടി. ഈ വീഡിയോ പുറത്തിറങ്ങിയ ശരത്തിന് ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല. അവന്റെ ഭാവി ഞാനാണ് നശിപ്പിക്കുന്നതെന്നല്ലേ അവന്റെ ചേച്ചി പറഞ്ഞത്. ഈ വീഡിയോ പുറത്തിറങ്ങിയ അവന് പിന്നെ എന്ത് ഭാവി? രേവതിക്ക് സച്ചിക്കൊപ്പം ആ വീട്ടിൽ നിൽക്കാനും കഴിയില്ല. അവളുടെ അമ്മായിയമ്മ അവളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. ഇപ്പൊ തന്നെ വീഡിയോ ഷെയർ ചെയ്യും. എല്ലാ ഗ്രൂപ്പിലിട്. എടാ ബുദ്ധി വേണോടാ ബുദ്ധി. ഞാൻ ഈ വീഡിയോ വേറൊരാളുടെ ഫോണിൽ നിന്നും റിലീസ് ചെയ്യും. എന്റെ ഫോണിൽ നിന്നും ഒരിക്കലും ഞാൻ അയക്കില്ല. എന്റെ ഫ്രണ്ട് ജിത്തുവിന്റെ ഫോണിൽ നിന്ന് അയക്കാം. എന്റെ ചേട്ടൻ അപാര ബുദ്ധി തന്നെ. രേവതിയുടെ കാര്യം ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. പാവം, അവൾ എന്ത് പഴിച്ചു. ദേ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ആന്റണി ആ വീഡിയോ പുറത്തുവിട്ട ഉടനെ അത് വൈറലാകും. അത് ഉറപ്പാ. നിന്റെ വീട്ടിൽ ഒരു ഭൂകമ്പം ഉണ്ടാവും. നിന്റെ അമ്മായിയമ്മയ്ക്ക് രേവതിക്കെതിരായി കിട്ടിയ ഒരു ആയുധം ഇത്. രേവതി ആ വീട്ടിൽ നിന്ന് അവര് പുറത്താക്കും. സച്ചി അവളുടെ കൂടെ ഇറങ്ങിപ്പോവും. ആ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോട്ടെ. നവീൻ ദാസിനെ പൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഇതിനു വേണ്ടി കൂടിയാണല്ലോ ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത്. നിന്റെ ആഗ്രഹം നടക്കും. ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല. ഇതൊന്നും ചെയ്യാത്തവർക്കാ പ്രശ്നം. എന്നെ നോക്കി പഠിപ്പിക്കണ്ട.